ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. തുഞ്ചത്താചാര്യൻ്റെ സവിശേഷമായ കഥന രീതിയിൽ ഒരു പൈങ്കിളിയെ കൊണ്ട് രാമചരിതം പറയിപ്പിക്കുന്ന അവതരണ ശൈലിയിൽ പൈങ്കിളിയുടെ വന്ദനവും വിഷയ സംഗ്രഹമൊക്കെ കഴിഞ്ഞു. അധ്യാത്മരാമായണം മൂലത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഉമാമഹേശ്വര സംവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഭാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. അധ്യാത്മരാമായണ മൂലത്തെ ഏറെക്കുറെ അതേപടി തർജ്ജമ ചെയ്തിരിക്കുകയാണ്. തർജ്ജമ ചെയ്തു എന്ന് പറയുമ്പോഴും സംസ്കൃത പദാധിക്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അത് കിളിപ്പാട്ട് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. പലരും പറയാറുണ്ട്, സംസ്കൃതം മൂലത്തെ എഴുത്തച്ഛൻ പച്ച മലയാളത്തിലേക്ക് അനുവാദം ചെയ്തിട്ട് മലയാളികൾക്ക് തന്നു എന്നൊക്കെ. അങ്ങനെ പറയുന്നവർ രാമായണം വായിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയം തോന്നും. കാരണം എഴുത്തച്ഛൻ്റെത് സുന്ദര പദാവലികളാണ്. പക്ഷേ അതിൽ സംസ്കൃതവും മലയാളവും ഒരുപോലെ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. എന്നല്ല, മലയാള പദങ്ങൾക്ക് സംസ്കൃത പ്രത്യയങ്ങളും സംസ്കൃത പദങ്ങൾക്ക് മലയാള പ്രത്യയങ്ങളും വിനിയോഗിച്ചുകൊണ്ടുള്ള സവിശേഷമായ ശൈലിയും. അതുകൊണ്ടാണല്ലോ ഭാഷാ പിതാവായിട്ട് നമ്മൾ മാനിക്കുന്നത്. പ്രയോഗത്തിൽ വളരെയധികം കഠിന സംസ്കൃത പദപ്രയോഗങ്ങളും ഒക്കെ നമുക്ക് രാമായണത്തിൽ പഠിക്കാനുണ്ട്. ഇവിടെ ഏറെക്കുറെ അതേപോലെ മൂലത്തെ അനുവാദം ചെയ്തിരിക്കുകയാണ്. കൈലാസാചലത്തിൽ, അചലം ചലിക്കാത്തത് പർവ്വതം, കൈലാസപർവ്വതത്തിൽ എങ്ങനെയുള്ള സൂര്യകോടി ശോഭിതേ, ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലുള്ള അത്ര ശോഭയോടുകൂടിയ കൈലാസത്തിൽ വിമലാലയേ, വിമലം മലരഹിതം ശുദ്ധം പരിശുദ്ധമായ ആലയം ആലീയന്തേ അസ്മിൻ, എവിടെയാണോ നമ്മൾ നിവസിക്കുന്നത് അത് ഗൃഹം അല്ലെങ്കിൽ വാസസ്ഥാനം എന്ന് പറയാം. അപ്പോൾ പരിശുദ്ധമായ തൻ്റെ വാസസ്ഥാനത്തിൽ കൈലാസപർവ്വതത്തിൽ രത്നപീഠേ സംവിഷ്ടം, രത്നപീഠത്തിൽ ഇരിക്കുന്നവനായ, എങ്ങനെ ഇരിക്കുന്നവനായ, ധ്യാനനിഷ്ഠനായിരിക്കുന്ന, ആന്തരികമായ വിചാരത്തിൽ വിലയിച്ചിരിക്കുന്ന, ബാഹ്യവിഷയ വ്യാപാരങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് തീർത്തും ധ്യാനമഗ്നനായിരിക്കുന്ന ഭാലലോചനനോട്, ഭാലത്തിൽ നെറ്റിത്തടത്തിൽ ലോചനത്തോട് കണ്ണോട് കൂടിയവന്, അവനോട്. ശ്രേഷ്ഠ ഭാരതം മൂന്നാം കണ്ണ്,
നെറ്റിത്തടത്തിലുള്ള കണ്ണ്, അത് ജ്ഞാനനേത്രമാണ്. സവിശേഷമായ ജ്ഞാനനേത്രത്തെ കാണിക്കുന്നതാണ്. ഇനി സാമാന്യമായി ഭഗവാന്റെ 3 കണ്ണുകൾ സൂര്യനും ചന്ദ്രനും അഗ്നിയും എന്ന് കൽപ്പിക്കപ്പെടുന്നതാണ്. 3-ാം കണ്ണ് അഗ്നിയാണ്. അഗ്നി ജ്ഞാനസൂചകമാണ്. അങ്ങനെയുള്ള 3-ാം കണ്ണോട് കൂടിയവനായ പരമേശ്വരനോട് മുനിസിദ്ധദേവാദിസേവ്യം, മുനിമാരാലും സിദ്ധഗണങ്ങളാലും ദേവഗണങ്ങളാലുമൊക്കെ സേവിക്കപ്പെടുന്ന, മുനിമാർ നിരന്തരം മനനം ചെയ്യുന്നവർ, സത്യവിചാരത്തിൽ തന്നെ ആമഗ്നരായവരാണ് മുനിമാർ. സിദ്ധഗണങ്ങൾ, അതുപോലെ ദേവഗണങ്ങൾ, അങ്ങനെയുള്ളവരാലെല്ലാം സേവിക്കപ്പെടുന്നവനായ പരമേശ്വരനോട് നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. നീലലോഹിതം, ഇരുണ്ട നീലവർണവും ലോഹിതവർണവും ചേർന്ന വർണ്ണത്തോടു കൂടിയ, ലോഹിതം ചെമ്പിൻ്റെ വർണ്ണമാണ്, ചുമപ്പ്, പൂർണ്ണമായ ചുമപ്പല്ല. ആ ഒരു സമ്മിശ്രമായ വർണ്ണത്തോടു കൂടിയ നീലലോഹിതം. ശിവനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ രൂപവർണ്ണനകളും ധ്യാന നിർദ്ദേശങ്ങളും ഉണ്ട്. പൊതുവെ കർപ്പൂര ഗൗരമായിട്ടാണ് ശിവനെ വാഴ്ത്തുന്നത്. കർപ്പൂര ഗൗരം, കർപ്പൂരം പോലെ ഗൗരമായ വെളുത്ത വർണ്ണത്തോടു കൂടിയവൻ. അതേസമയത്ത് ചില സന്ദർഭങ്ങളിൽ നീലം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ശിവൻ്റെ നീലം കണ്ഠത്തിലെ നീലനാണ്, നീലകണ്ഠനുമാണ്. അത് ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ഈ ലോകം മുഴുവൻ വലിയൊരു നാശത്തെ നേരിടുന്ന സമയത്ത് അതിന് കാരണമായ വിഷത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച ഭാവമാണ്. അങ്ങനെ ആ വിഷത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച് തൻ്റെ കണ്ഠത്തിൽ ഒതുക്കിയവനാണ് ഭഗവാൻ. അങ്ങനെ നീലകണ്ഠനാണ്. അങ്ങനെയുള്ള ഭഗവാനോട് നിജഭർത്താരം വിശ്വേശ്വരം, നിജഭർത്താരം തൻ്റെ ഭർത്താവിനോട് വിശ്വേശ്വരനോട് പാർവതി ചോദിക്കുകയാണ്. എങ്ങനെയുള്ള പാർവതി? വന്ദിച്ച് വാമോത്സംഗേ വാഴുന്ന ഭഗവതി, ഉത്സംഗത്തിൽ മടിത്തട്ടിൽ താമസിക്കുന്നവളായ ഭഗവതി. അവിടെ തപസ്സിലൂടെ, അങ്ങേയറ്റം ത്യാഗപൂർണമായ തപസ്സിലൂടെ ശിവനെ നാഥനായി നേടിയവളാണ്. സർവവിഷയങ്ങളിൽ നിന്നും ബാഹ്യനായ, സർവവിഷയബാഹ്യനായ, തീർത്തും ഊർധ്വരേതസായ തപസ്വിയായ ശിവൻ, ആ പരമേശ്വരൻ പാർവതിയെ പത്നിയായി സ്വീകരിക്കുക മാത്രമല്ല, തൻ്റെ ഉത്സംഗത്തിൽ സ്ഥാനം കൊടുത്തു, തൻ്റെ മടിത്തട്ടിൽ സ്ഥാനം കൊടുത്തു. അങ്ങനെ തൻ്റെ അംഗത്തിൽ തന്നെ ഭഗവാൻ സ്ഥാനം കൊടുത്തത്, അഥവാ പാർവതി സ്ഥാനം നേടിയത്, രണ്ടർത്ഥത്തിലും പറയാം, രണ്ടും തുല്യമാണ്. അത് തപസ്സിൻ്റെ മഹിമ കൊണ്ടാണ്. അങ്ങനെ വാമോത്സംഗത്തിൽ വാഴുന്ന, മടിത്തട്ടിൽ വാഴുന്ന ഭഗവതി ഭഗത്തോടൊത്തവൾ. ഭഗം എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും ജ്ഞാനവും വൈരാഗ്യവും ഒത്തുചേർന്ന് സമഗ്രമായി ഒന്നിൽ നിലകൊള്ളുമ്പോഴാണ് അതിനെ ഭഗം എന്ന് പറയുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിത, അഥവാ ഇതീരണ എന്ന് പുരാണം പറഞ്ഞു തരും. ഇപ്പോൾ സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും കീർത്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒത്തുചേർന്ന ഭാവം, അതിനാണ് ഭഗം. ആ ഭഗത്തോട് കൂടിയവൻ ഭഗവാൻ, ഭഗത്തോട് കൂടിയവൾ ഭഗവതി. ഇവിടെ ഭഗവതി ആര്?
സുന്ദരി ഹൈമവതി ചോദിച്ചു. ഹൈമവതി ഹിമവാൻ്റെ പുത്രി, പർവ്വതപുത്രി പാർവതി. പാർവതി ചോദിച്ചു. അങ്ങനെ പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് രാമായണം അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്ക് ക്രമമായി പഠിക്കാം.